ഫാമിലി ബ്ലോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളുടെ ബ്ലോഗൊരു പതിമൂന്നാമത്തെ ബ്ലോഗാണിത്. അപ്പം ഞാൻ ഇതുവരെ ചെയ്ത ബ്ലോഗുകൾ എനിക്ക് തോന്നുന്നു വെജിറ്റേറിയൻ, ഒരു പക്കാ വെജിറ്റേറിയൻ ഡിഷ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു സാമ്പാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വെജിറ്റേറിയൻ ഡിഷസിന് ഞാൻ ഒന്ന് പുറകിലോട്ടാണോ എന്നൊരു സംശയം. കാരണം എൻ്റെ ഒരു ബാല്യകാല സുഹൃത്തുണ്ട് ഗീത, പുള്ളിക്കാരത്തി ബ്രാഹ്മണാണ്. അപ്പം എൻ്റെ കേക്കിൻ്റെ എപ്പിസോഡ് കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ വിളിച്ച് ചോദിച്ചു, അതിന് മുട്ടയ്ക്ക് എന്തെങ്കിലും ഒരു സപ്ലിമെൻ്റ് ഉണ്ടോ എന്ന്. അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി. കാരണം എൻ്റെ എല്ലാ എപ്പിസോഡ്സും അത് വളരെ ക്ലീനായിട്ട് വാച്ച് ചെയ്യുന്നത്, വെജിറ്റേറിയൻ ആയിക്കോട്ടെ നോൺ വെജിറ്റേറിയൻ ആയിക്കോട്ടെ, അഭിപ്രായങ്ങൾ എന്നോട് പറയുന്നുണ്ട്. അപ്പം അവർക്കും കൂടി വേണ്ടിയിട്ട്, അത്രയും വാച്ച് ചെയ്യുന്ന അവർക്കും കൂടെ വേണ്ടിയിട്ട് അതേ ഇമ്പോർട്ടൻസോട് കൂടി വെജിറ്റേറിയൻ ഡിഷസും ഇൻക്ലൂഡ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അത് മാത്രമല്ല, എൻ്റെ വേറൊരു സബ്സ്ക്രൈബറാണ് ഡോക്ടർ ശ്രീജ. അപ്പോൾ പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞു കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റേറിയൻ ഡിഷസ് കുട്ടികൾക്കൂടൊക്കെ കഴിക്കാൻ പാകത്തിന് വെജിറ്റബിൾസ് ഒക്കെ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഡിഷസ് അതുകൂടെ ഒന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ശരിയാണ്, നമ്മളുടെ കുട്ടികൾക്ക്, പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറയ്ക്ക്, കുട്ടികളെ മാത്രം കുറ്റം പറയേണ്ട, വലിയവർക്കും മത്സ്യവും മാംസവും ഇല്ലാതെ ഒരു ദിവസം മുന്നോട്ട് പോകാൻ പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. പിന്നെ കുട്ടികൾക്ക് വെജിറ്റബിൾസ് കണ്ടേ കൂടാ. അവർക്ക് ആർക്കും വെജിറ്റബിൾസ് ഇഷ്ടമല്ല. ആരും ഇപ്പോൾ വെജിറ്റബിൾസിനെ ഇഷ്ടപ്പെടുന്നില്ല. പ്രത്യേകിച്ച് ചോറ് കഴിക്കാൻ തന്നെ വലിയ പേടി. എൻ്റെ മക്കളുടെ കാര്യം ഉൾപ്പെടെ ഞാൻ പറയുന്നത്, ചോറ് കഴിക്കാൻ ഒരു വലിയ പാടാണ്. നമ്മൾ നിർബന്ധിച്ചൊക്കെ കഴിപ്പിക്കണം. അപ്പം അവർക്ക് ഒരു ബർഗറോ അല്ലെങ്കിൽ കുറച്ച് പാസ്തയോ നൂഡിൽസോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഹാപ്പിയാണ്. അപ്പം നമ്മുടെ മക്കളെ നമ്മൾ വെജിറ്റബിൾസ് കൊടുത്ത് പഠിപ്പിച്ചില്ലെങ്കിൽ അവർ ഈ ജങ്ക് ഫുഡ്സിന് പുറകെ പോയാൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ അച്ഛനും അമ്മയും ഒക്കെ നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ അന്ന് തന്നത് കൊണ്ട് അന്ന് ഇച്ചിരി ദേഷ്യത്തോടെ കഴിച്ചെങ്കിൽ ഇപ്പം നമ്മളത് കഴിക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്. അപ്പം നമ്മുടെ മക്കളിൽ ഇപ്പോഴത്തെ പാരൻസിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മക്കളുടെ നിർബന്ധത്തിനനുസരിച്ച് പലരും നിന്ന് കൊടുക്കും. അപ്പം അവനത് കഴിക്കില്ല, എന്നാൽ പിന്നെ അവന് ഇഷ്ടമുള്ളത് കൂടെ എന്തെങ്കിലും കഴിച്ചാൽ മതി. അങ്ങനത്തെ ഒരു ലൈനാണ് ഭൂരിഭാഗം പാരൻസിനൊപ്പം. അപ്പം അങ്ങനെ വരുമ്പം നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ തലമുറ ഇതാണ് കഴിച്ച് ശീലിക്കുന്നതെങ്കിൽ വരും തലമുറ അവരിതില്ലേ കൊടുക്കുകയുള്ളൂ. അവരൊരിക്കലും വെജിറ്റബിൾസ് കൊടുക്കില്ല. അപ്പം ഈ ഒരു ഹെൽത്തി ഫുഡിലേക്ക്, ഈ ജങ്ക് ഫുഡ്സിലേക്ക് മാറുമ്പോഴത്തേക്ക് ആയുസ് ഒരുപാട് കുറയുന്നു. അപ്പം വരുന്ന തലമുറയ്ക്ക് ഇപ്പം തന്നെ ഒരു 60-65 വയസ്സെന്നൊക്കെ പറയുന്നത് തന്നെ വലിയ കഷ്ടപ്പെട്ട ആൾക്കാർ പോകുന്നത്. അപ്പോൾ ഇനി വരുന്ന തലമുറയ്ക്ക് എത്രയാണ്, ഒരു 30-35 വയസ്സാകുമ്പോൾ തന്നെ അറ്റാക്കും ഇതുമൊക്കെ വരുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെത്തും. അപ്പോൾ അതിന് നമ്മൾ സമ്മതിക്കില്ല. നമ്മൾ തന്നെ നമ്മുടെ മക്കളെ വെജിറ്റേറിയൻ ഡിഷസ് കൊടുത്ത് ശീലിപ്പിക്കണം. ഇതെൻ്റെ ഒരു വലിയ അഭ്യർത്ഥനയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു പാലക്കാട് ഭാഗത്ത്, പ്രത്യേകിച്ച് അയ്യർ ഫാമിലീസിൽ വളരെ ഫേമസ് ആയിട്ടുള്ള, അവർക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു മുളകൂട്ടലാണ്. ഈ മുളകൂട്ടലിന് പല വേരിയേഷൻസ് ഉണ്ട്. പല വെജിറ്റബിൾസ് വെച്ചിട്ട് ചെയ്യാം, മിക്സ് വെജിറ്റബിൾസ് വെച്ചും ചെയ്യാം. അപ്പം അത് വളരെ വളരെ പോപ്പുലർ ആയിട്ടുള്ള മുളകൂട്ടിൽ വന്നിട്ട് ഒന്ന് കീര മുളകൂട്ടിലാണ്, നമ്മുടെ ചീര വെച്ചിട്ട് ചെയ്യുന്നത്. പിന്നെ കുമ്പളങ്ങയുടെ ഉണ്ട്, ആഷ്കോഡ്, ചേന, പച്ചക്കായ, ഇതൊക്കെ മിക്സ് ചെയ്തിട്ടിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഏതൊരു സബ്ജി വെച്ചിട്ട് നമുക്ക് ഈ മുളകൂട്ടിൽ ചെയ്യാമെന്നതാണ്. ക്യാബേജ് വെച്ച് ചെയ്യാം, ക്യാരറ്റ് വെച്ച് ചെയ്യാം, പടവലങ്ങ വെച്ച് ചെയ്യാം. അങ്ങനെ നമുക്ക് ഒരുവിധം എല്ലാ വെജിറ്റബിൾസ് വെച്ചിട്ടും ഈ മുളകൂട്ടിൽ ചെയ്യാം. പ്രോസസ്സ് എല്ലാം സെയിം തന്നെയാണ്, വെജിറ്റബിൾസ് മാത്രമേ മാറുള്ളൂ. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റേറിയൻ ഡിഷാണ്. ഇത് ചോറ് തിന്നാനായിട്ട്, കുട്ടികൾക്ക് ഇതിന് വലിയ എരിയും കാര്യങ്ങളും ഒന്നുമില്ല. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനാണെങ്കിലും വളരെ ടേസ്റ്റിയാണ്. അപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ കുമ്പളങ്ങ മുളകൂട്ടലിന് ആവശ്യമായിട്ടുള്ളത് കുമ്പളങ്ങ. നമ്മൾ ഉണ്ടാക്കുന്ന കറിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ് കുമ്പളങ്ങ എടുക്കേണ്ടത്. ഇതിപ്പോൾ ഒരു 3/4 കുമ്പളങ്ങകളും ഉണ്ട്, ഞാനിതിൻ്റെ പകുതി എടുക്കുന്നുള്ളൂ. പിന്നെ ഈ കുമ്പളങ്ങ വെച്ച് മാത്രമല്ല നമുക്ക് ഈ മുളകൂട്ടൽ ഉണ്ടാക്കാൻ പറ്റുന്നത്. ചേന വെച്ചിട്ടുണ്ടാക്കാം,
ചേമ്പ് വെച്ചിട്ടുണ്ടാക്കാം, പച്ചക്കായ വെച്ചിട്ടുണ്ടാക്കാം, ക്യാബേജ് വെച്ച്, ക്യാരറ്റ് വെച്ചൊക്കെ ഉണ്ടാക്കാം. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ വെച്ച് നമുക്ക് മുളകൂട്ടിലുണ്ടാക്കാം. പക്ഷേ ഏറ്റവും കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ടുള്ളത് കുമ്പളങ്ങയും പിന്നെ ചേനയും ഏത്തക്കായും പിന്നെ കീര മുളകൂട്ടിലുണ്ട്, നമ്മുടെ ചീര വെച്ചിട്ട്, അതും ബെസ്റ്റാണ്. അപ്പം ഇന്നത്തെ നമ്മുടെ മുളകൂട്ടിന് ആവശ്യമായിട്ട് ഞാൻ എടുത്തേക്കുന്നത് കുമ്പളങ്ങ, തുവരപ്പരിപ്പ് 1 കപ്പ്, തേങ്ങ ചിരകിയത് ഒരു 6-7 ടേബിൾ സ്പൂൺ, ഉഴുന്നുപരിപ്പ് ഒരു കൈപ്പിടി, പിന്നെ ഒരു 3 വറ്റൽമുളക്, നല്ല ജീരകം 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ഇനി താളിക്കാൻ ആവശ്യമായത് വെളിച്ചെണ്ണ, കടുക് ഒരു 1/2 ടീസ്പൂണ്, ഒരു 2 വറ്റൽമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് ഉഴുന്നുപരിപ്പ്. ഈ മുളകൂട്ടിലുണ്ടാക്കാൻ നമുക്ക് ആദ്യമായിട്ട് എടുത്തു വെച്ചേക്കുന്ന തുവരപ്പരിപ്പിനെ നല്ലതുപോലെ ഒന്ന് കഴുകി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു പ്രഷർ കുക്കറിലിട്ട് 4-5 വിസിൽ നമുക്കൊന്ന് അടുപ്പിച്ചെടുക്കാം. ഈ തുവരപ്പരിപ്പിനെ കഴുകി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഞാനൊരു പ്രഷർ കുക്കറിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിന് ഒരു 4-5 വിസിൽ മതി. അപ്പോഴത്തേക്കും നല്ലപോലെ വേഗം നമുക്കൊന്ന് വേവിക്കാം. അപ്പം ഞാനൊരു ഇത്രയും കുമ്പളങ്ങയാണ് എടുത്തേക്കുന്നത്. ഇതിൻ്റെ ഈ അരിഭാഗവും ഈ തൊലിയും ഒന്ന് നമുക്ക് കട്ട് ചെയ്തൊന്ന് പീൽ ചെയ്ത് മാറ്റിയെടുക്കാം. അരിഭാഗം എടുത്ത് കളയാം. അപ്പം ഞാൻ നമ്മുടെ കുമ്പളങ്ങ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത്. നമ്മുടെ സാമ്പാറിൻ്റെ സൈസുള്ള ടോട്ടലും ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത്. ഞാനത് പീൽ ചെയ്ത് മാറ്റിയിട്ട് അതിന് നടുക്കുള്ള അരി കണ്ടോ ഞാൻ എടുത്തിട്ടുണ്ടത്. ഈ സാധനം നമുക്ക് കഴിക്കാൻ നല്ലതാണ്. ഈ കുമ്പളങ്ങയും വെറുതെ കഴിക്കാൻ നല്ലത്. ഇച്ചിരി ഉപ്പും പിന്നെ നാരങ്ങാനീരും പിഴിഞ്ഞ് വെച്ച് കുറച്ച് പെപ്പർ പൗഡർ ഇട്ട് കഴിക്കാനും നല്ലതാണ്, പച്ചയ്ക്ക് കഴിക്കാൻ. പിന്നെ ഇതിൻ്റെ ഈ അരി ഉണ്ടല്ലോ, നമ്മളുടെ അടുക്കള ഭാഗത്തോ അല്ലെങ്കിൽ എവിടെയാണോ ഈ വെള്ളത്തിൻ്റെ സാന്നിധ്യം ഉള്ള ഏരിയയിൽ വെറുതെ കൊണ്ടിട്ട് കൊടുത്താൽ മതി. അത് അവിടെ കിടന്നങ്ങ് പിടിച്ചോളും, ഒരു പരസഹായവും ഇല്ലാണ്ട്. അപ്പം നിങ്ങളുടെ വീട്ടിലൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഒരു തവണ മേടിച്ചാൽ മതി. ഇത് അവിടെ കിടന്ന് കിളിച്ച് ശരിക്കും കായ്കൾ വന്നോളും. അപ്പം നമുക്ക് വീട്ടിൽ തന്നെ കുമ്പളങ്ങ ആവുകയും ചെയ്യും. നമ്മൾ അരിഞ്ഞു വെച്ച കുമ്പളങ്ങയെ നമ്മൾ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് ആ പാത്രത്തിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതൊരു ട്രഡീഷണൽ ഡിഷ് ആയതുകൊണ്ടാണ് ഞാനിതിന് മൺചട്ടി എടുത്തേക്കുന്നത്. ഇതിന് ആവശ്യത്തിന് വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഇപ്പോൾ ഉപ്പിട്ട് കൊടുക്കണ്ട. ഉപ്പൊന്ന് വെന്ത് വരുന്ന പരുവത്തിന് നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ ഇതിലേക്ക് നമുക്ക് ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ഞാൻ ഇൻഗ്രീഡിയൻസിൻ്റെ കൂട്ടത്തിൽ അത് പറഞ്ഞു തരുന്നില്ല. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം നമുക്ക് കുറച്ച്. എന്നിട്ട് നമുക്കിതിനെ ഒരു 10-15 മിനിറ്റിനുള്ളിൽ ഇത് വെന്ത് വരും കേട്ടോ. 10-15 മിനിറ്റിനുള്ളിൽ കുറച്ച് നേരം ഒന്ന് ഇരുന്നാൽ മതി. അപ്പോഴത്തേക്ക് ഇത് വെന്ത് വരും. അപ്പം നമുക്കിതിനൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിനെ നമുക്ക് ഈ ഉഴുന്നിനെയും ഈ വറ്റൽമുളകിനെയും കുറച്ച് എണ്ണയ്ക്കകത്തോട്ടിട്ട് നമുക്കൊന്ന് വറുത്ത് കോരാം. നമുക്ക് വറുത്ത് കോരാനുള്ള ഉഴുന്നും മുളകും വറുക്കാനുള്ള എണ്ണ ഒരു ചെറിയ പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ എണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഉഴുന്നും മുളകും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ ഉഴുന്നും ഈ മുളകും ഇതിലേക്കിട്ട് നമുക്കൊന്ന് വറുത്ത് കോരാം കേട്ടോ. ഇത് മതി ഉഴുന്ന്. നമുക്കിതിനൊന്ന് വറുക്കാം. ജസ്റ്റ് ഒരു ചെറിയ ബ്രൗൺ കളറായി ഉഴുന്ന് ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്കിതിനെ വറുത്ത് കോരാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ പരുവം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് പിന്നെ നമുക്ക് കോരി പാത്രത്തിലോട്ട് മാറ്റാം. എന്നിട്ട് ഇതേ എണ്ണ തന്നെ നമുക്ക് താളിക്കാനായിട്ടും ഉപയോഗിക്കാം. നമ്മുടെ കുമ്പളങ്ങ നല്ലതുപോലെ തിളച്ച് വെന്ത് വരുന്നുണ്ട്. ഒരു 10-12 മിനിറ്റ് കൊണ്ട് നല്ലതുപോലെ വെന്ത് വരും. അപ്പം ആ സമയം കൊണ്ട് നമുക്ക് ഇതിന് അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം. അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ തേങ്ങ എടുത്ത് വെച്ചേക്കുന്ന തേങ്ങ, പിന്നെ ജീരകം, പിന്നെ നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ഈ ഉഴുന്നും മുളകും, ഇതെല്ലാം കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഈ ഒരു പരുവത്തിന് അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പരുവം. ഈ ഇത്രയും വെള്ളമൊക്കെ ഒഴിച്ച് അരച്ച് കഴിയുമ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ ഇനി നമുക്ക് ഇത് നമ്മുടെ കുമ്പളങ്ങ നല്ലപോലെ വെന്ത് അതിനുശേഷം ഈ അരപ്പ് ചേർക്കാം. ഈ അരപ്പാണ് ശരിക്കും പറഞ്ഞാൽ ഈ മുളകൂട്ടലിൻ്റെ ഒരു സൂപ്പർ ടേസ്റ്റ് കൊണ്ടുവരുന്നത്.
നമ്മുടെ കുമ്പളങ്ങയൊക്കെ ഒരു 3/4 ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ പച്ചക്കറികൾക്കൊക്കെ നമ്മളൊന്ന് വെന്ത് വരുമ്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. പിന്നെ ഉപ്പ് കുറേശ്ശെ ചേർത്ത് കൊടുക്കണം, കാരണം ഈ മുളകൂട്ടലിൻ്റെ ഒക്കെ ഉപ്പ് കൂടിപ്പോയി കഴിഞ്ഞാൽ ആ ഒരു കറിയുടെ ടേസ്റ്റേ മാറും. അതുകൊണ്ട് ശ്രദ്ധിച്ച് സൂക്ഷിച്ച് പരുവത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ കുമ്പളങ്ങ പരുവത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന തോരപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ തോരപ്പരിപ്പ് ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കി ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ കുറച്ച് കറിവേപ്പില അതും നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ബാക്കി നമുക്ക് വറുക്കാൻ കടുക് വറുക്കുന്ന സമയത്തും ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇത് കണ്ട് നമ്മുടെ മുളകുപൊടി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിനങ്ങ് തിളച്ച് വറ്റി അങ്ങൊന്നും വേണ്ട. ഇത് ഓൾമോസ്റ്റ് ഇതിൻ്റെ ആ കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്. ഇനി നമ്മളിത് ചിലപ്പോൾ ഇത് തണുത്ത് കഴിഞ്ഞിട്ടാണ് എടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഇതൊന്ന് സെറ്റായി വരാം. അന്നേരം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് നീട്ടി കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് വറുത്തിടാം. അപ്പോൾ നമുക്ക് വറുത്തിടാനായിട്ട് എണ്ണ വെച്ച് എണ്ണ ഒന്ന് ചൂടാകുന്ന സമയത്ത് നമുക്ക് കടുക്, വറ്റൽമുളക്, ഈ ഉഴുന്ന് ഇതെല്ലാം ഇട്ട് കൊടുത്ത് വറുത്ത് കോരി കറിയിലേക്ക് ഇടാം. പിന്നെ നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. പക്ഷെ നമുക്ക് മാറ്റി വെക്കാം ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ സ്വാദിഷ്ടമായ വളരെ ഹെൽത്തി ആയിട്ടുള്ള മുളകൂട്ടൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. ചോറ് കഴിക്കാൻ നല്ലതാണ്. കുറച്ച് നെയ്യും കുറച്ച് മുളകൂട്ടിലും കുറച്ച് പാവയ്ക്ക കൊണ്ടാട്ടമൊക്കെ ഉണ്ടെങ്കിലും സുഖമാണ്, ഗംഭീരമാണ് ഇവിടെ. ഇനി അതല്ല, നോൺ വെജിന് കുറച്ച് നോൺ വെജിറ്റേറിയൻസ് ആൾക്കാർക്ക് ഒരു മീൻ വറുത്തതോ അല്ലെങ്കിൽ ഒരു ഇച്ചിരി മുട്ട പൊരിച്ചതോ ഉണ്ടെങ്കിലും ഗംഭീരമാവും. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ മുളകൂട്ടൽ, കുമ്പളങ്ങ മുളകൂട്ടൽ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കണം. ഹെൽത്തിയാണ്, കുട്ടികളെ കൊണ്ട് ഇത് കഴിപ്പിക്കണം. ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും മത്സ്യമാംസാദികൾക്ക് പുറകെയാണ്. ഇതുപോലത്തെ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കണം. ഇതൊക്കെ നമ്മുടെ പറമ്പിൽ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ദിവസം ഇതിനെ നമ്മളിതിനെ സംരക്ഷിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് പറമ്പിൽ കഴിഞ്ഞ് തന്നെ കിളിച്ചോളുന്ന ഒരു സാധനമാണ് കുമ്പളങ്ങ. അപ്പം നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടാക്കി നമുക്ക് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നതാണ്. ഇപ്പം തന്നെ ഈ ലോക്ക്ഡൗൺ ഒക്കെ വന്ന സമയത്ത് മാംസമൊക്കെ കിട്ടാൻ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിയില്ലേ. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള സാധനങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു നല്ലൊരു ഡിഷാണ്, ഹെൽത്തിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇങ്ങനത്തെ കറികളൊക്കെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മുടെ വീട്ടിലുണ്ടാക്കി നമ്മുടെ വീട്ടുകാർക്ക് കൊടുക്കണം, കുട്ടികൾക്ക് കൊടുക്കണം. അവരെ കൊണ്ട് ഇതൊക്കെ കഴിപ്പിക്കണം. അവരും ഇത് ഇഷ്ടപ്പെട്ടിട്ട് വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാൻ അവരും ശീലിക്കട്ടെ. എന്നും ബർഗറും പാസ്തയും നൂഡിൽസും സാൻഡ്വിച്ചും മാത്രം കഴിച്ചവർ വളർന്നാൽ മതിയോ? ഹെൽത്തി ആയിട്ടുള്ള ഒരു പുതിയൊരു തലമുറയെ നമുക്ക് വാർത്തെടുക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ വെജിറ്റബിൾ ഡിഷസും നിങ്ങളുടെ ലഞ്ചിൽ നിങ്ങൾ ഉൾപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ്, ഈ ഒരു ഹെൽത്തി എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു തന്നെയാണ് എൻ്റെ വിശ്വാസം. എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ സജഷൻസും കമൻസും എന്നെ അറിയിക്കണം. അപ്പം ഇനിയും നല്ല ഇതുപോലത്തെ ഹെൽത്തി ആയിട്ടുള്ള ഡിഷസുമായിട്ട് അതിൻ്റെ കുറച്ച് ടിപ്സും ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ എല്ലാവർക്കും എൻ്റെ ഗുഡ് ബൈ.